പോലീസ് സംവിധാനത്തിൽ ഇഷ്യൂസ് ഉണ്ടായാൽ പോലീസ് സംഘടിക്കാറില്ലേ? ഈ പറയപ്പെടുന്ന NGOസിന്റെ ആളുകൾ സംഘടിക്കാറില്ലേ? ഞങ്ങളൊക്കെ ഉറ്റവരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയപ്പെടുന്ന കുടുംബത്തിലെ ഞങ്ങളെ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ ഇന്ന് ഞങ്ങളെ കൂടെയില്ല. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ല ഈ പോരാട്ടം, അവർക്കൊന്ന് തല ചായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നിങ്ങളൊന്ന് നോക്ക്, ഞങ്ങൾ മാന്യമായി സമരം ചെയ്തവരല്ലേ. അവര് എന്നെ അറിയുന്നവർ പേരെടുത്തിട്ട് അവനെ തല്ലടാ കൊല്ലടാ എന്നാ പോലീസ് പറയുന്നത്. അവനെ ഞാൻ കാണും, കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ. ഏത് പോലീസാണ്? അത് ബത്തേരി CI കണ്ടിട്ടേ ഞാൻ പോകുള്ളൂ. കൊറേ അടി കൊണ്ടവനാണ്. തല്ലിക്കോ, തല്ല്. നീ എന്റെ പേര് പറഞ്ഞു തല്ലി, ഞാൻ വിഷയം തീർക്കുന്നു പറഞ്ഞ ആളാണ്. എനിക്ക് വിഷയം തീർക്കാൻ അറിയാം. എന്റെ സഹപ്രവർത്തകരാണ്. ചിരിച്ചുകൊണ്ട് തല്ലുക, ലാത്തി വീശി അടിക്കുക. എന്താ വിചാരിച്ചേ? നിങ്ങൾ 100 പേര് തല്ലുമ്പോ ഓട് നാളെന്ന് വിരിച്ചോ? നീ മേയ് തൊടണ്ട, ഞാൻ പോകും. മേയ് തൊടണ്ട, ഞാൻ പോകും. എനിക്കറിയാം മാറ്റാൻ. ഡയലോഗ് അടിച്ച് ജയിക്കാൻ വെറുതെ വിചാരിക്കാം സുഹൃത്തെ, അത് വെറുതെ വിചാരിക്കാം. അടക്കം സമാധാനപരമായിട്ടുള്ള സമരമായിരുന്നു. പോലീസിലെ ഏത് ഡിവൈഎസ്പിയാണ് ഓന്റെ വീട്ടിൽ തുറക്കൂല, ഓന്റെ വീട്ടിൽ ഓന്റെ മക്കളെ അവിടെ തുറക്കൂല. ഞങ്ങൾ കാലക്കാതെ എതിർത്തിരിക്കും. പോലീസരെ പറയുന്നത് ചത്തിട്ടല്ലാണ്ട് പോവില്ല. ഇയൊന്ന് കാക്കി ഉരുട്ടി നടക്കുന്നു. കാക്കി നടക്കണോ?